ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയോട് 3-2 പരാജയപ്പെട്ട് പുറത്തായതിനു പിന്നാലെ മത്സരം നിയന്ത്രിച്ചവർക്ക് എതിരെ കടുത്ത ആരോപണങ്ങളാണ് ഈജിപ്തിന്റെ കോച്ച് ഹൊസാം ഹസൻ ഉന്നയിക്കുന്നത്. ചാമ്പ്യന്മാരായ അർജന്റീനയും ലയണൽ മെസ്സിയെയും ടൂർണമെന്റിൽ നിലനിർത്താൻ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായെന്നും ഈജിപ്തിനോട് ഈ കാണിച്ചത് കടുത്ത അനീതിയാണെന്നും അദ്ദേഹം പറയുന്നു. 2 ഗോളുകൾക്ക് മുന്നിലായിരുന്ന ഈജിപ്ത് ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ക്രിസ്ത്യൻ റൊമേറോ, ലയണൽ മെസ്സി, എൻസോ ഫെർണാണ്ടസ് എന്നിവരിലൂടെ അർജന്റീന 3 ഗോളുകൾ തിരിച്ചടിച്ച് വിജയം കൈയിലാക്കി. പക്ഷേ മത്സരഫലം നിർണ്ണയിച്ചത് കളിക്കളത്തിലെ മികവല്ല, മറിച്ച് റഫറിയുടെ വിവാദ തീരുമാനങ്ങളാണെന്ന് ഹൊസാം ഹസൻ പറയുന്നു. ഈ ലോകകപ്പിലെ ബാക്കി മത്സരങ്ങൾ താനിനി കാണില്ലെന്നും പ്രതിഷേധ സൂചകമായി ഹസൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളി തുടങ്ങി 15-ാം മിനിറ്റിലാണ് യാസർ ഇബ്രാഹിം നേടിയ ഗോളിലൂടെ ഈജിപ്ത് മുന്നിലെത്തുന്നത്. അർജന്റീന ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ 67-ാം മിനിറ്റിൽ മുസ്തഫ സിക്കോയുടെ ഗോൾ കൂടെ വന്നതോടെ ഈജിപ്ത് വിജയപാതയിലെത്തിയിരുന്നു. അതിനിടെ മെസ്സി ഒരു പെനാൽറ്റി മിസ്സാക്കിയെങ്കിലും അർജന്റീനിയൻ ആരാധകർക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ പ്രതീക്ഷയോടെ മത്സരം തീരും വരെ കാത്തിരുന്നു. മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ മെസ്സിയുടെ കൃത്യമായ അസിസ്റ്റിൽ ക്രിസ്ത്യൻ റൊമാറോയുടെ ഹെഡർ ഗോളാകും. സ്കോർ 2-1 മാറുന്നു. അർജന്റീനയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ച ഒരു ഗോളായിരുന്നു അത്. അതോടൊപ്പം ഈജിപ്ഷ്യൻ കളിക്കാരിൽ ഒരുതരം പരിഭ്രമം കണ്ടു തുടങ്ങി. 4 മിനിറ്റ് കഴിയുമ്പോൾ മെസ്സിയുടെ പവർഫുൾ ഷോട്ട് ഈജിപ്തിന്റെ വലയിൽ കയറുന്നു. 2-2 എന്ന സ്കോർ കാർഡ് കാണുന്ന സ്റ്റേഡിയം മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് അർജന്റീന കടുത്ത ആക്രമണം അഴിച്ചുവിടുന്നു. ഈജിപ്ത് ഗംഭീരമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നു. ഇഞ്ചുറി ടൈമിൽ ലൗട്ടാരോ മാർട്ടിനസിന്റെ ക്രോസ് എത്തുന്നു. എൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ ഗോളായി മാറുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് അർജന്റീന ക്വാർട്ടറിലേക്ക് മുന്നേറും. ഗംഭീരമായി ചെറുത്തു നിന്നെങ്കിലും ഈജിപ്ത് ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്നു. ഈജിപ്തിന്റെ കോച്ച് പറയുന്ന വിവാദങ്ങളും നോക്കാം. ഈജിപ്ത് 1-0 ലീഡ് ചെയ്യുമ്പോൾ മുസ്തഫ സീക്കോ നേടിയ ഗോൾ വാർ പരിശോധനയിലൂടെ റഫറി റദ്ദാക്കി. അതിന്റെ കാരണം ആ ആക്രമണത്തിന്റെ തുടക്കത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തു എന്നതാണ്. ഈജിപ്ത് ആ അറ്റാക്ക് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവരുടെ സ്വന്തം ബോക്സിന് പുറത്തുവച്ച് ഈജിപ്ഷ്യൻ മിഡ്ഫീൽഡർ മർവാൻ ആത്തിയ അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ ജേഴ്സിയിൽ വലിച്ചും കാലിൽ ചവിട്ടിയും ഫൗൾ ചെയ്തിരുന്നു. ഫിഫയുടെ നിയമപ്രകാരം ഒരു ടീം ഗോൾ അടിച്ചാൽ ആ അറ്റാക്കിന്റെ ആരംഭം മുതൽ റഫറിക്ക് വാർ പരിശോധിക്കാം. ആ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയത് തന്നെ ഈ ഫൗളിലൂടെ പന്ത് പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ദൂരെ വെച്ച് നടന്ന ഫൗളാണെങ്കിലും നിയമപ്രകാരം ആ ഗോൾ റദ്ദാക്കാൻ റഫറി ബാധ്യസ്ഥനാണ്. അതാണ് നടന്നത്. പിന്നീട് ഈജിപ്തിന്റെ കോച്ച് പറയുന്നത് ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ വിജയ ഗോൾ നേടുന്നതിന് തൊട്ട് മുൻപ് അവരുടെ ബോക്സിൽ വെച്ച് ഈജിപ്തിന്റെ മുഹമ്മദ് സലായെ ഫൗൾ ചെയ്തു എന്നാണ്. അതുകൊണ്ട് ഈജിപ്തിന് പെനാൽറ്റി വേണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ വാർ റീപ്ലേയിൽ വ്യക്തമായി കണ്ടത് അർജന്റീന ഡിഫൻഡർ സലായെ വീഴ്ത്തുന്നതിന് മുൻപ് കൃത്യമായി പന്തിലാണ് ടാക്കിൾ ചെയ്യുന്നത്. ഫിഫ നിയമപ്രകാരം ഒരു ഡിഫൻഡർ ആദ്യം പന്ത് കൃത്യമായി ടാക്കിൾ ചെയ്ത് പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അതിനുശേഷം വരുന്ന ബോഡി കോൺടാക്റ്റുകൾ ഫൗളായി കണക്കുകൂട്ടില്ല. അതുകൊണ്ട് തന്നെ റഫറിയുടെ തീരുമാനത്തിൽ യാതൊരു തെറ്റും ഇല്ലായിരുന്നു. വീണുകിടന്ന മുഹമ്മദ് സല ഒരു അപ്പീൽ പോലും ചെയ്യാതെ എണീറ്റ് പോയി. തൊട്ടടുത്ത് നിന്ന ഈജിപ്ത് കളിക്കാരും ഫൗളിനായി അപ്പീൽ പോലും ചെയ്തില്ല. കാരണം അവർക്ക് അറിയാമായിരുന്നു അത് ഫൗൾ അല്ല എന്നത്. അതായത് ഈജിപ്ത് ഗോൾ നേടുന്നതിന് മുൻപ് നടന്നത് വ്യക്തമായ ഫൗളായിരുന്നു. എന്നാൽ അർജന്റീനയുടെ ഗോൾ മുമ്പ് നടന്നത് ഫിഫ നിയമപ്രകാരമുള്ള ക്ലീൻ ടാക്കിളായിരുന്നു. പിഴവില്ലാത്ത തീരുമാനങ്ങൾ തന്നെയാണ് റഫറി എടുത്തത്. വാർ കൃത്യമായി ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ്. വാർ ഒഫീഷ്യൽസ് കളി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഓരോ സെക്കൻഡും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. റഫറിയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ അസിസ്റ്റ് വേണ്ടി ഓൺ ഫീൽഡ് റഫറിയോട് വാർ ഒഫീഷ്യൽസ് ഇയർഫോണിലൂടെ നിർദ്ദേശം നൽകുന്നത്. കളിയുടെ ഓരോ നിമിഷത്തിലും ഇതൊന്നും കാണികളെ കാണിക്കുന്നില്ലെങ്കിലും വാർ ഒഫീഷ്യൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തോറ്റു കഴിഞ്ഞിട്ട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇനി ഈജിപ്ത് കോച്ചിന് മഞ്ഞക്കാർഡ് കിട്ടിയത് എന്തിനാണെന്ന് നോക്കാം. ഈജിപ്ത് അർജന്റീനയോട് 3-2 പരാജയപ്പെട്ടപ്പോൾ മാനേജർ ഹൊസാം ഹസൻ കൈകൾ കോർത്തു പിടിച്ച് എക്സ് എന്ന പോലുള്ള ആംഗ്യമാണ് കാണിച്ചത്. തങ്ങൾക്കെതിരെയും വംശീയ വിരുദ്ധ നടപടിയാണ് റഫറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതിനാണ് റഫറി അദ്ദേഹത്തിന് മഞ്ഞക്കാർഡ് നൽകിയത്. ഇതിനു പുറമെ മത്സരക്രമത്തിനെതിരെയും ഹൊസാം ഹസൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. മത്സരങ്ങൾ കഴിഞ്ഞ് വെറും 4 ദിവസത്തെ ഇടവേളയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മത്സരം നിശ്ചയിച്ചവർക്ക് ഫുട്ബോളിനെ കുറിച്ച് അറിവില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഷെഡ്യൂളുകൾ നേരത്തെ തീരുമാനിച്ചതാണ്. ആ സമയത്ത് ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുമായി ഈ സമയത്ത് ഏറ്റുമുട്ടുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടം വ്യാജ ആരോപണങ്ങളാണ് തോറ്റ ടീമിന്റെ കോച്ച് ഉന്നയിക്കുന്നത്. വിജയിക്കുമ്പോൾ ആഘോഷിക്കുന്നതിനൊപ്പം പരാജയത്തെ അംഗീകരിക്കാനും ശ്രമിക്കണം. അതാണ് ഒരു നല്ല ടീമിന്റെ ലക്ഷണം.